ഒരു ഫാൻസി ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളത് ഒരു ഫാൻസി ലൈറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ മോഡലിംഗ് വേറെ വ്യത്യസ്തമായിട്ട് രീതിയിൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലൈറ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിലെ ഒരു ഫാൻസി ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇനി നമുക്കിതിനെ റെൻഡറിങ് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ ലൈറ്റ് സോഴ്സ് വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പോവാം, നമ്മുടെ ലെസണിലോട്ട് പോവാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ബെൽ ബട്ടൺ അമർത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു ന്യൂ ഫാമിലി ഓപ്പൺ ചെയ്യാം. മെട്രിക് ലൈറ്റ് ഫിക്സർ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു മെട്രിക് ലൈറ്റ് ഫിക്സറിൻ്റെ ടെംപ്ലേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് അതിൻ്റെ സോഴ്സ്. നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒന്ന് പോവാം. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ ഹൈറ്റിലാണ് ഇതിൻ്റെ സോഴ്സ് കിടക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിന് നേരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് താഴോട്ടാക്കി ഇടാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ബൾബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ റിവോൾവ് എന്ന ടൂൾ എടുക്കുക. റിവോൾവ് എന്ന ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈൻ ക്ലിക്ക് ചെയ്യാം. ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു 60 mm ഒരു ലൈൻ വരയ്ക്കാം. ഇനി നമുക്ക് താഴോട്ട് ഒരു 60 എന്ന് കൊടുക്കാം. റൈറ്റിലേക്ക് ഒരു 20 കൊടുക്കാം. ഇനി താഴോട്ടൊരു 15 കൊടുക്കാം. വീണ്ടും നമ്മളൊരു 20 അങ്ങോട്ട് കൊടുക്കാം. താഴോട്ട് ഒരു 15 കൊടുക്കാം. ഇത് തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ആക്സിസ് ലൈൻ കൊടുക്കണം. നമ്മൾ ആക്സിസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിക്ക് ലൈനിൽ ക്ലിക്ക് ചെയ്യാം. പിക്ക് ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിന് ഓക്കെ അടിക്കുക. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് റിവോൾവ് ചെയ്ത് നമുക്കൊരു ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാറ്റഗറി പോവാം. കാറ്റഗറി പോയതിന് ശേഷം നമ്മൾ മെറ്റീരിയൽ എടുക്കുക. അതിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഒരു ലൈറ്റിൻ്റെ എഫക്റ്റുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മളിവിടെ ലൈബ്രറിയിൽ നിന്ന് ഒരു ഗ്ലാസ് സെലക്ട് ചെയ്യുക. ഈ ഗ്ലാസ്സിനകത്ത് നമുക്ക് മെറ്റീരിയൽസ് കിടപ്പുണ്ടാവും. ലൈറ്റ് ബൾബ് ഓൺ എന്നുള്ള മെറ്റീരിയൽ കിടപ്പുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ചെയ്തു. ഓക്കെ അടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പിൽ ഹോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ റിവോൾവ് തന്നെ എടുക്കുകയാണ്. റിവോൾവ് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ലൈൻ എടുത്തു. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു. ജസ്റ്റ് മുകളിലേക്ക് ഒരു 20 കൊടുത്തു. ഒരു ചെറിയൊരു ആംഗിളിൽ കൊടുക്കാം. ഒരു ആംഗിളിൽ കൊടുത്തു. അതിനുശേഷം നമ്മൾ മുകളിലേക്ക് ഒരു 100 mm കൊടുത്ത് സെൻറ്റർ ലൈനിൽ ക്ലിക്ക് ചെയ്ത് നേരെ കണക്ട് ചെയ്തു. വീണ്ടും ആക്സിസ് ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ആക്സിസ് ലൈനിൽ പിക്ക് ലൈൻ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഓക്കെ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് രണ്ടും വ്യത്യസ്ത മെറ്റീരിയലായിരുന്നു. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ബ്രാസ് മെറ്റീരിയൽ കൊടുക്കാം. മെറ്റലിൽ കൊണ്ടുവരാം. മെറ്റലിൽ നമുക്കൊരു ബ്രാസ് മെറ്റീരിയൽ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ അടിക്കുക.
ഇതിനാൽ നമ്മൾ ഈ സോഴ്സിനെ നമ്മൾ ജസ്റ്റ് ബൾബിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിച്ചിടണം. ക്ലിക്ക് ചെയ്യുക, അതിന് സെൻറ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം ഇതിനെ ജസ്റ്റ് അടിച്ചു. ഇതിനെ നമുക്ക് സേവ് ചെയ്തിടാം. നമുക്ക് സേവ് ആസ് കൊടുക്കാം. ഫാമിലി ഫാൻസി ലൈറ്റ് എന്ന് ഓൾറെഡി കിടപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനകത്തേക്ക് തന്നെ സേവ് ചെയ്യാം. ഫാൻസി ലൈറ്റ് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ഫാമിലി കൂടി ഓപ്പൺ ചെയ്യണം. ന്യൂ ഫാമിലി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മെട്രിക് ലൈറ്റിംഗ് ഫിക്സർ സീലിംഗ് ബേസിലാണ് എടുക്കാൻ വേണം. നമ്മൾ ഓപ്പൺ ചെയ്തു. നേരത്തെ ചെയ്ത പോലത്തെ തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ജസ്റ്റ് രണ്ട് വ്യത്യാസം എന്നുള്ളത്, ഇതിനകത്തൊരു സീലിംഗ് ഉണ്ടാവും. ഇതൊരു സീലിംഗ് ആണ്. ആ സീലിംഗിൽ നിന്ന് ഇത്ര മാറിയിട്ടാണ് ആ ലൈറ്റിൻ്റെ സോഴ്സ് എടുക്കുന്നത്. നമുക്ക് ഇതിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് നമുക്ക് താഴോട്ടാക്കിയിടാം. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫാൻസിയുടെ ഒരു മെയിൻ ബോഡിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ റിവോൾവ് തന്നെയാണ് എടുക്കുന്നത്. അതിനകത്ത് ലൈൻ ക്ലിക്ക് ചെയ്യുക. ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഒരു 50 mm കൊടുക്കാം. താഴോട്ടേക്ക് നമുക്കൊരു 30 കൊടുക്കാം. വീണ്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എത്രയുണ്ട് 30 കൊടുക്കാം. ഇനി നമ്മൾ താഴോട്ടേക്ക് ഒരു 100 കൊടുക്കാം. ഇനി ലെഫ്റ്റിലോട്ട് ഒരു ഇതിന് ഡബിളായിരിക്കും നമ്മൾ ചെയ്തപ്പോൾ വരുന്നത്, അതുകൊണ്ടാണ് ഇത്ര കൊടുക്കുന്നത്. ഇതിൻ്റെ നമ്മളൊരു 400 കൊടുക്കണം. അപ്പോൾ അത് റിവോൾവ് ചെയ്ത് വരുമ്പോൾ 800 ആവും. താഴേക്ക് ഒരു 30 കൊടുക്കാണ്. വീണ്ടും നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ ഒരു 400 കൊടുത്തു. ഇനി താഴോട്ടേക്ക് നമുക്കൊരു 200 കൊടുക്കാം. 300 കൊടുക്കാം. നമുക്ക് 3 ഗ്യാപ്പിൽ കിട്ടാം. ഇങ്ങോട്ടേക്ക് ഒരു 200 ഇങ്ങോട്ടും കൊടുക്കാം. താഴേക്ക് ഒരു 30. ഇങ്ങോട്ടേക്ക് വീണ്ടും ഒരു 200. താഴേക്കൊരു 300. ഇങ്ങോട്ടേക്ക് ഒരു 100. താഴേക്ക് ഒരു 30. വീണ്ടും ലൈനിലോട്ട് കണക്ട് ചെയ്യുക. ഇതുമായിട്ട് കണക്ട് ചെയ്യുക. ആക്സിസ് ലൈൻ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബോഡി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 3D വ്യൂ ഒന്ന് നോക്കാം. 3D വ്യൂവിൽ ഇങ്ങനെ ഒരു ബോഡിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുക? ഇനി നമുക്ക് ഒന്നും കൂടി നമുക്ക് സീലിംഗ് പ്ലാൻ പോവാം. സോറി, റൈറ്റ് വ്യൂവിൽ പോവാം. റൈറ്റ് വ്യൂ പോയിട്ട് ഇവിടെ ഒരു ബൾബ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി റിവോൾവ് എടുക്കാം. റിവോൾവിൽ പോയിട്ട് ലൈൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിന്നൊരു എത്രന്ന് തുടങ്ങി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചിങ്ങോട്ട് മാറ്റി സ്റ്റാർട്ട് ചെയ്യാം. ഒരു 20 എടുക്കട്ടെ. 20. ഇനി നമ്മൾ ആർക്ക് കൊടുക്കാണ്. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലൈൻ ഒന്നുകൂടി ഇവിടെ നിന്ന് ലൈൻ കണക്ട് ചെയ്ത് വരച്ച് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതിന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്
ഓക്കെ, ഇനി നമ്മൾ ആക്സിസ് ലൈൻ കൊടുത്തു, പിക്ക് ലൈൻ കൊടുത്തു, ക്ലിക്ക് ചെയ്തു, ഓക്കെ അടിച്ചു. ഇങ്ങനെ ഒരു ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ലൈറ്റ് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്കത് നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു ബൾബിൻ്റെ മെറ്റീരിയൽ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക, അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ നമുക്ക് മെറ്റീരിയൽസ് എടുക്കാം. ഗ്ലാസ്, bulb on, ഒക്കെ അടിച്ചു. ഇനി നമുക്ക് ഈ സോഴ്സിനെ നമ്മൾ നേരെ മുകളിലേക്ക് ആക്കി ഇടാം. ഈ സോഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യുക. അതിൻ്റെ മൂവ് ചെയ്തു. ശേഷം നമുക്ക് ഇവിടെ ആയിട്ടിടാം. ഓക്കെ, ഇനി നമ്മൾ സീലിംഗ് ലെവൽ പ്ലാനിലോട്ട് പോരാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അത് ഫാമിലി നമുക്ക് ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട്, ലോഡ് ഫാമിലി. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഡെസ്ക്ടോപ്പിൽ ഡെസ്ക്ടോപ്പ്, ഫാൻസി ലൈറ്റ് ഓൺ ചെയ്തു. ഓക്കെ, ഫ്രണ്ട് വ്യൂ നോക്കാം. റൈറ്റ് വ്യൂവിൽ അത് ഇവിടെ ആയിരിക്കും വന്ന് കിടക്കുന്നത്. ഫാമിലീസിൽ നിന്ന് നമുക്ക് ഡ്രാഗ് ചെയ്തിടാം. ലൈറ്റ് ഇൻ ഫിക്സർ, ഫാൻസി ലൈറ്റ്, സീലിംഗ് പ്ലാനിൽ പോവാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ മൂവ് ചെയ്ച്ച് മുകളിലേക്ക് ഇടാം. സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ചെയ്യിക്കുക. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ടോപ്പിലിടാം. ടോപ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതിനകത്ത്. ഇതിൻ്റെ ലെഫ്റ്റ് വ്യൂ നമുക്ക് നോക്കാം. ഈ ലെഫ്റ്റ് വ്യൂവിൽ ഇപ്പോൾ ഇത് ഇവിടെയാണ് കിടക്കുന്നത്. നമുക്ക് ഇതിനെ മൂവ് ചെയ്ത് ഈ അറ്റത്തേക്ക് മാറ്റിയിടാം. ഓക്കെ, അതുപോലെ ഒരെണ്ണം കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ ഇടാം. കോപ്പി ചെയ്ത് ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമുക്ക് 3 കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് ഉള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ ടോപ്പ് സീലിംഗ് വ്യൂവിൽ ഓക്കെ, കുറച്ച് ചട്ടത്തേക്ക് മാറ്റിയിടാം. പിന്നെ നമുക്ക് ഒരു അറേ കൊടുക്കാം. അറേ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് റേഡിയൽ അറേയാണ്. റേഡിയൽ അറേയിൽ നമുക്കൊരു 8 ബൾബ് കൊടുക്കാം. 8 നമ്പർ കൊടുത്തു. അതിനുശേഷം നമുക്കിതിൻ്റെ സെക്കൻഡ് നടക്കുന്നത് നമുക്ക് ഇതിനെ പ്ലേസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലാക്കാം. സെൻറ്ററിലാക്കിയതിന് ശേഷം നമുക്കിതിനെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് ഒരു 60 ഡിഗ്രി 45 ഡിഗ്രി കൊടുത്തു. നമുക്കൊരു 8 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയും കൊടുക്കാം. ഇതിന് നമുക്കൊരു 6 മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിനെ അറേ കൊടുക്കാം.
റേഡിയൽ അറേ നമ്മൾ ക്ലിക്ക് ചെയ്ത് റേഡിയൽ കൊടുത്തിട്ട് ഇതൊരു 66 കൊടുക്കാം. ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്തിട്ട് സെൻറ്ററിലാക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് ഒരു 60 ഡിഗ്രി കൊടുക്കാം. 6 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 3D ഒന്ന് നോക്കാം. ഇങ്ങനെയൊരു ലൈറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഡിമ്മായിട്ട് കാണുന്നത് ഈ ലൈറ്റ് സോഴ്സിൻ്റെ ഉള്ളിൽ കൂടെ പോയതുകൊണ്ടാണ്. ഇനി നമുക്കിതിനെ ലോഡിംഗ് ടു പ്രൊജക്റ്റിലോട്ട് കൊണ്ടുപോകാം. ലോഡിംഗ് ടു പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പ്രൊജക്റ്റ് 1 കൊണ്ടുപോകണേ. ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ റൂം ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്കിതിനെ ആർക്കിടെക്ചറിൽ നമ്മൾ സീലിംഗ് പ്ലാൻ എടുക്കാം. സീലിംഗ് പ്ലാൻ എടുത്ത് ഓക്കെ നമ്മൾ ഇവിടെ നമ്മുടെ ഫാൻസി ലൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ഫാൻസി ലൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ഒരു ക്യാമറ വയ്ക്കാം. വ്യൂ ക്യാമറ ഫ്ലോറിൽ 1 വന്ന് വ്യൂ ക്യാമറ എടുക്കാം. ക്യാമറ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ക്യാമറയുടെ റിവ്യൂ കൊടുക്കാം. അപ്പോൾ ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് റെൻഡറിങ് ചെയ്ത് നോക്കാം. റെൻഡർ ചെയ്തതിനുള്ളിൽ റെൻഡറിൽ നമുക്ക് മീഡിയം കൊടുക്കാം. അതിനുശേഷം പ്രിൻ്റർ നമ്മൾ 150 DPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോട്ട് പെർ ഇഞ്ചാണ്. നമ്മളൊരു 300 DPI കൊടുത്തു. ഇനി നമുക്ക് ഇൻറ്റീരിയർ ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കാം. ആർട്ടിഫിഷ്യൽ ഒള്ളി കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ റെൻഡർ ചെയ്യാം.